കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് പാലട പായസം. അരി കൊണ്ടുള്ള അടയും പാലും ചേർത്ത് കുറുക്കിയെടുത്താണ് ഇത് തയ്യാറാക്കുന്നത്. പായസം തയ്യാറാക്കുന്നതിന് വേണ്ടി 100 ഗ്രാം അളവിൽ അരി പാലട 1.5 കപ്പ് വെള്ളത്തിൽ വേവിച്ചെടുക്കണം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ച് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 1 ഗ്ലാസ് അളവിൽ പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. മധുരം കുറവാണെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. തീ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഇളക്കി കൊടുത്ത് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. 1/2 ലിറ്റർ അളവിലാണ് ഞാനിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുന്നത്. പാൽ ചേർത്ത് കഴിഞ്ഞാൽ നിർത്താതെ തുടരെ ഇളക്കി കൊടുക്കണം. പാലും അടയും കുറുകി വരുന്നതുവരെ ഇതുപോലെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പഞ്ചസാരയും പാലും ഒക്കെ നന്നായി യോജിച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. പായസം നന്നായി കുറുകി തിളച്ച് വരുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലട പായസം റെഡിയായി. ഇനി കൊതി തിരുവോളം കഴിച്ചോളൂ കിടിലൻ പാലട പായസം.